ഈ വീഡിയോ നമ്മൾക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട്, അതൊരു ഹാഫ് ആൻ അവർ കൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് കളമശ്ശേരി റോട്ടിൽ കൂടെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എനിക്ക് എൻ്റെ ആ ഒരു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഇന്നർ മോട്ടിവേഷനാണ് കേട്ടോ. അതായത് എന്താ പറയുക, സെൽഫ് കോൺഫിഡൻസ് ആണ്. ബിക്കോസ് ചെറുപ്പത്തിൽ തന്നെ ഞാൻ ബോർഡിങ്ങിൽ വളർന്നതുകൊണ്ട് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എനിക്കുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചുപൂട്ടി ഇരുന്ന് ശീലമായതുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്ങനെ എല്ലാം ഒരു ഡിസിപ്ലിനറി വേയിലായിരുന്നു കേട്ടോ എൻ്റെ. അതായത് സൈക്കിൾ ഔട്ടി പുറത്തു കൂടെ ഇങ്ങനെ ചവിട്ടാൻ പാടില്ല. അതുമല്ല, വീട്ടിൽ മൂത്ത കുട്ടി ആയതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ്. ഓക്കെ, അത് കഴിഞ്ഞ് കോളേജിൽ പഠിക്കുമ്പോൾ ഈ 5 എന്താ പറയുക, ഒരു 5 വർഷം ഞാനിങ്ങനെ ഒരു 1 അവർ എൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്തണമെങ്കിൽ 1 അവർ വേണമായിരുന്നു. അപ്പോൾ പട്ടുപാവാടി ഉടുത്ത് ഇങ്ങനെ ഈ റോഡിൽ കൂടെ നടന്ന് ഒരു മലയൊക്കെ കയറി വേണം എനിക്ക് ഈ പറയുന്ന ബസ് സ്റ്റോപ്പിൽ എത്താനായിട്ട്. എൻ്റെ ബസ് കിട്ടുമോ അതുമില്ല. അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എനിക്കൊന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ അന്നൊന്നും അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ അതിനൊന്നും സമ്മതിക്കത്തുമില്ലായിരുന്നു. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ ഒരു ഡ്രൈവിങ്ങിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വർക്ക് പ്ലേസിൽ ഗുജറാത്തിൽ വെച്ചിട്ട് യമഹ ഓടിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് കാല് സൈലൻസർ കൊണ്ട് കാല് പൊള്ളി. അതിനുശേഷം ഞാൻ ആ ഉദ്യമേ വേണ്ടാന്ന് വെച്ചു. പിന്നീട് ഒരിക്കൽ നാട്ടിൽ വന്ന് വണ്ടി ഓടിക്കാൻ നോക്കി. സ്കൂട്ടി കണ്ട തെങ്ങിൻ്റെ മണ്ടയുടെ അവിടെ മുകളിലേക്ക് അത്രയും കയറ്റാൻ പറ്റിയെങ്കിൽ ഞാൻ ഒരു കുറച്ച് ഭാഗത്തേക്ക് വണ്ടി കയറ്റിയിട്ട് ഇറങ്ങി ഓടിപ്പോന്നു. അതിനുശേഷം ഞാൻ ആ ഉദ്യമം വിട്ടു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ ഫീൽഡ് അല്ലാന്ന്. പിന്നീട് ഞാനിങ്ങനെ ഹസ്ബൻഡ് കാർ ഓടിക്കുമ്പോഴും മോൻ കാർ ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ് സ്കൂട്ടി ഓടിക്കുമ്പോഴും എൻ്റെ കൊളീഗ്സ് കാർ ഓടിക്കുമ്പോഴൊക്കെ ഒരു ഡ്രൈവിങ് എനിക്കുണ്ടായിരുന്നു. എനിക്ക് എന്ത് ചെയ്താൽ എന്താണെന്ന്. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ 45-ാമത്തെ വയസ്സിൽ കേട്ടോ, അതായത് 2025 ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലേണേഴ്സ് എടുക്കുന്നതും ടെസ്റ്റ് പാസ്സാവുന്നത്. ഇനി എനിക്ക് അടുത്ത നെക്സ്റ്റ് കടമ്പ